നട്ടെല്ല് ദ്രവിക്കുന്ന രോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞോ? വരും കാലത്ത് ഈ സമൂഹത്തെ നേരിടാൻ പോകുന്ന രോഗം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വരും കേരളത്തിൽ വരാൻ പോകുന്ന രോഗമാണ് നട്ടെല്ല് ദ്രവിച്ചു പോവുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ശരീരത്തിൽ നിന്ന് ചർമ്മം അടർന്ന് വീഴുന്ന രോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? പിന്നെന്തിനാ പേടിച്ചത്? ശരീരത്തിൽ നിന്ന് തൊലി അടർന്ന് വീഴുന്ന രോഗത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. എന്റെ പുതിയ കാലഘട്ടത്തിലെ യുവാക്കളൊക്കെ കാത്തിരിക്കേണ്ടത് അത്തരം മാരകമായ രോഗങ്ങളെയാണ്. വരും. ഇപ്പൊ മുട്ട് തേയ്മാനം കണ്ടില്ലേ? മുമ്പ് മുട്ട് തേയ്മാനം ഉണ്ടോ? ഒരു 20 കൊല്ലം മുമ്പ് കാൽമുട്ട് തേയ്മാനം ഉണ്ടോ എന്നാ ചോദ്യം. ഇല്ല. അന്ന് ഒരു 25 കൊല്ലം മുമ്പ് മുട്ട് മടക്കാൻ പറ്റാത്ത ആളുണ്ടോ? ഉസ്താദെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. 25 കൊല്ലം മുമ്പ് കാൽമുട്ട് മടക്കാൻ പറ്റാത്ത ആളുണ്ടായിട്ടില്ല. കൈ പൊക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പലർക്കും കൈ പൊക്കാൻ പറ്റാത്ത അസുഖം, മുടി കെട്ടാൻ പറ്റില്ല, വസ്ത്രം മാറ്റാൻ പറ്റില്ല. എത്ര ആളുകളാണ് 2 കൈയും പൊക്കാൻ പറ്റാതെ പ്രയാസത്തിൽ? എത്ര ആളുകളാണെന്നറിയുമോ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്? അന്തരീക്ഷത്തിൽ സംജാതമായ കഠിനമായ ചൂട് കാരണം, ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം കാരണം, മായം കലരാത്ത ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മനുഷ്യ ശരീരത്തെ പിടികൂടുന്ന രോഗങ്ങൾ മിക്കതും മാരകമാണ്. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്സാരമായി കാണേണ്ടതില്ല. ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം വാട്ടർ മെയ്ഡ് ഡിസീസാണ് 65% രോഗമെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാട്ടർ മെയ്ഡ് ഡിസീസ്, വെള്ളം കാരണം രോഗം, ജലജന്യ രോഗം. മലയാളത്തിൽ പറഞ്ഞാൽ ജലജന്യ രോഗം, വെള്ളത്തിന്റെ രോഗം. വെള്ളം കുടിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പൊ വെള്ളം കുടി ഇല്ല, കുറവാ. ചില ആളുകൾക്ക് വെള്ളം വേണ്ട. ചില ആളുകളൊക്കെ 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിന് ഉമ്മം കൊടുക്കും പോലെ ഒരു കുടിയാ, തീർന്നു. വെള്ളം കുടിക്കൂല. എല്ല് രോഗം എങ്ങനെ മാറും? ഹൃദ്രോഗം എങ്ങനെ മാറും? ശരാശരി ഒരു 10-13 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യന് എങ്ങനെ രോഗം ശിഫയാവും? ഈ പെണ്ണുങ്ങളൊക്കെ കാര്യം വളരെ സങ്കടട്ടോ. വെള്ളം കുടിക്കില്ല. സ്ത്രീകൾ അധിക പേരുടെയും അവസ്ഥ വളരെ സങ്കടകരമാണ്. വെള്ളം മതിയായ അളവിൽ കുടിക്കൂല. ചൂട് വളരെ കൂടിയിട്ടുണ്ട്. വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് വന്ന ഒരു സങ്കടകരമായ വീഡിയോ ഞാൻ കണ്ടു. വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഒരു ദിവസം 40 ലിറ്റർ വെള്ളം ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഒരു നാട് വീഡിയോ സഹിതം കാണേണ്ടി വന്നു. വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് എത്രയോ കാലമായി നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്, വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ആഫ്രിക്കയിൽ ഒരിടത്ത് വെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിൽക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുടെ ദയനീയമായ ചിത്രം കാണുകയാണ്. ഏക്കറക്കണക്കിന് ഭൂമിയാണ് വെള്ളമില്ലാതെ വറ്റി വരണ്ട് പോയത്. 10,000 കണക്കിന് ജീവജാലങ്ങളാണ് ചത്തൊടുങ്ങിയത്. 10,000 ജീവജാലങ്ങൾ ചത്തൊടുങ്ങി. വെള്ളം കിട്ടണമെങ്കിൽ മഴ വേണ്ടേ? മഴയുടെ അളവ് അവിടെ കുറഞ്ഞുപോയി. ഒരുപാട് നാശങ്ങളാണ് വരാൻ പോകുന്നത് സഹോദരന്മാരെ. ഒരുപാട് നാശങ്ങൾ. മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന, മനുഷ്യ സമുദായത്തിന്റെ ജീവിതത്തിന് ഭീഷണിയാകുന്ന നാശങ്ങളാണ് വരാൻ പോകുന്നത്. വെള്ളം കിട്ടാത്ത കാലം വരാൻ പോവാണ്. അരി കിട്ടാത്ത കാലം വരാൻ പോവാണ്. അരി കിട്ടാത്ത കാലം. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞാൻ അക്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നട്ടെല്ലുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വെറും ഫ്ലൂയിഡ്, വെളിച്ചെണ്ണ സ്വഭാവത്തിലുള്ള ഒരു ദ്രാവകം. നട്ടെല്ലില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ശരീരത്തിൽ നട്ടെല്ലുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോ നട്ടെല്ല് ദ്രവിച്ചു പോയി. അള്ളാഹു കാവൽ തരട്ടെ. വരാൻ പോകുന്ന കാര്യങ്ങളാ പറയണത്. പ്രവാചകനായതുകൊണ്ടല്ല പറയണത്. ഇതൊക്കെ നേരത്തെ തന്നെ അതിപ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതാണ്. ചില ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായാൽ, ഒരു വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും എവിടെ ഉണ്ടാവും? ഈ കാലാവസ്ഥയിലുണ്ടാവും. കാലാവസ്ഥ മാറുന്നതിലിടക്കടെ നോക്കും. അതിനനുസരിച്ച് സുഖേട് വരും, പോയും ചെയ്യുമല്ലോ. അങ്ങനെയുണ്ട്. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് രോഗത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. രോഗം കൂടും, രോഗം കുറയും. ഇപ്പൊ മുമ്പെല്ലാം പറയലുണ്ട്,
വാവിൻ്റെ സമയത്താറ്റം വലിവ് കൂടും. മുമ്പ് അങ്ങനെ എന്തോ ഒരു അല്ലേ, ഈ വലിവിൻ്റെ അസുഖമുള്ളവർക്ക് ഈ കർക്കിടക വാവ് എന്തോ വാവ് കറുത്ത വാവോ അങ്ങനെ വാവുള്ള സമയത്ത് വലിവ് ആസ്മയില്ലേ അത് കൂടുക എന്നൊരു കേട്ടതായി എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ കൈ രണ്ടും അമർത്തി വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന ബോധത്തിൽ, അള്ളാന്റെ കലാമാണെന്ന ബോധത്തിൽ, ഹബീബായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫളായിൽ ആകാശത്തിനും മേലോട്ടേക്ക് ഉയർന്ന ആ ഒരു തത്വം പറയുന്ന ആയത്തിനെ തൻ്റെ ശിരസിലേക്ക് എടുത്തു വെച്ച ഒരാൾ 4 തവണ പാരായണം ചെയ്താൽ, ഒരു നിസ്കാരത്തിന് ശേഷം 4 തവണയെ പാരായണം ചെയ്യേണ്ടതുള്ളൂ. ഒരുപാടൊന്നും വേണ്ട. ഇത് ഓരോ ഫർള് നിസ്കാര ശേഷവും 4 തവണയാണ് പാരായണം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മാറ്റമുണ്ടാവും, റാഹത്തുണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. മനസ്സിലാക്കണം. അപ്പൊ ഇത് ഇനിയിപ്പോ ഒരുപാട് കാലമായി തലവേദന ഉള്ള ഒരാളാണ്, അയാളുടെ തലവേദന അത്ഭുതകരമായി ശിഫയായതായിട്ട് നിങ്ങൾ അറിയും. അയാളുടെ തലവേദന അത്ഭുതകരമായി ശിഫയായത് നിങ്ങൾ അറിയും. എന്താ ചെയ്തത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അത്ഭുതകരമായ ആയത്ത്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇത്ര അത്ഭുതമാണെങ്കിൽ, ഓരോ ആയത്തിലൂടെയും യാത്ര ചെയ്താൽ അക്കൂട്ടത്തിൽ തന്നെ BP-യുടെ പ്രഷറിന്റെ കംപ്ലൈന്റ് ഉള്ളവർ വ്യാപകമായി കഴിക്കേണ്ട, ആഴ്ചയിൽ 2-3 തവണ ഭക്ഷണമായി കഴിക്കേണ്ട വസ്തുവാണ് ഞാൻ എന്ത് പറഞ്ഞത്? മുരിങ്ങയില പറഞ്ഞത്. നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് മുരിങ്ങയുടെ ഇല. ഒരല്പം മഞ്ഞൾ കൂടി ചേർത്ത് ചെറിയ ഉള്ളിയില്ല, കുഞ്ഞുള്ളി, ചീരുള്ളി, കേക്കനുള്ളി, അത് മുറിച്ചിട്ടിട്ട് പാചകം ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ കഴിയും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? 2-3 കാര്യങ്ങളാണ് ഈ സദസ്സിനെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. 2-3 കാര്യങ്ങളാണ് ഈ സദസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഒന്ന് സർവരോഗവും ശിഫയാവും. ഒന്ന്. രണ്ടാമത്തതോ, ശിഫ ഇറക്കാതെ അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, എൻ്റെ രോഗം എന്താ മാറാത്തത്? അത് ഞാൻ പറഞ്ഞുതരാം. ആ ചോദ്യത്തിന്റെ ആൻസർ പറയാം. എൻ്റെ രോഗം എന്താണ് ശിഫയാവാത്തത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോ സർവരോഗവും ശിഫയാവും, ഒരു പോയിന്റാണ്. പിന്നെ പറഞ്ഞത് ഖുർആനിൽ ശിഫയുണ്ട്, വേറൊരു പോയിന്റാ. ഖുർആനിൽ ശിഫയുണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? യുവാക്കൾ അൽ കഹ്ഫിലേക്കും, വയസ്സായവർ സൂറത്തുൻ നസ്റിലേക്കും, സ്ത്രീകൾ സൂറത്തുൻ നൂറിലേക്കും, കുട്ടികൾ സൂറത്തുൽ ലുഖ്മാനിലേക്കും പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോ രോഗം മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് മനസ്സിന്റെ സമാധാനമെന്നത്, മനസ്സ് സ്വസ്ഥമായിരിക്കണമെന്നത്, മനസ്സ് ശാന്തിയിലായിരിക്കണമെന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾക്ക് വേഗം മനസ്സിലാത്ത ഒരു കാര്യം പറഞ്ഞുതരാം. ഈ BP-യുടെ പ്രശ്നമടക്കം പ്രഷറിന്റെ പല പ്രശ്നങ്ങളും വരുന്നത് രാത്രി ശരിയായ ഉറക്കില്ലാണ്ടാവുക. ഉപ്പ് കൂടുതൽ കഴിക്കൽ കൊണ്ട് മാത്രമൊന്നുമല്ല. ഉപ്പ് കഴിച്ചാൽ BP അങ്ങ് വല്ലാണ്ട് കൂടുന്നൊക്കെ ഉള്ളത് പൂർണ്ണമായും ശരിയായ ഒരു കാര്യമൊന്നുമല്ല. കാരണം 70 രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അമൂല്യ വസ്തുവാണ് ഉപ്പ്. ഞാനൊരു വിശ്വാസിയാണ്. എൻ്റെ അഖീദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലാണ്. ഞാൻ സയൻസ് എന്ന് വിശ്വസിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെയാണ്. മറ്റൊന്നിനെയും തൽക്കാലം വിശ്വസിക്കാൻ തരമില്ല. കാരണം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന. അതാണ് സയൻസ്. അപ്പൊ എന്ത് ബേസിലാ സംസാരിക്കുന്നത്? സയൻസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അങ്ങനെ ഒരു സയൻസ് ഉണ്ട്. യൂറോസെൻട്രിക് സയൻസ്, യൂറോപ്യൻ സയൻസ്. അതിപ്പോ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സയൻസ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബയോകെമിസ്ട്രിയും അത് ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുന്ന സയൻസ്.
ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആന്റെ സയൻസ്, ഖുർആന്റെ ശാസ്ത്രം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സയൻസാണ്.